ഹലോ ഗൈസ്, ഇൻട്രോ പറയാനൊക്കെ മറന്നു. ഓഫീസിൽ വന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ചായ ഉണ്ടാക്കി. മറ്റേത് ഹൗസ്ഫുള്ളായിരുന്നു. മൂട്ടിക്കുണ്ട് കാണിച്ചരാ. കണ്ണേട്ടൻ, ചേച്ചി, ഇവാനോ, വീണ്ടും ഞങ്ങൾ ഒറ്റക്കായി. കുട്ടികളൊക്കെ പോയി, ഞങ്ങൾ ഒറ്റക്കായി. ഞങ്ങളും കണ്ണേട്ടൻ്റെ അതിന്റെ സങ്കടത്തിലേക്ക് മാത്രം. അല്ല, എനിക്ക് കുട്ടികൾ ഭയങ്കര ടെൻഷൻ കിട്ടും. സത്യം പറയാം, സങ്കടമില്ലാത്ത ആളതാ. മോൻ കണ്ടില്ലേ, കരഞ്ഞിട്ട് ഉറങ്ങിച്ചു പോയി. സങ്കടം എന്തിനാ? അവരൊക്കെ മറ്റേ പറഞ്ഞത് പോകുന്ന വഴിയില് ഇടയ്ക്ക് സ്റ്റോപ്പിൽ വെച്ച് കയറും, അവരുടെ സ്റ്റോപ്പായി ഇറങ്ങി പോണ മനുഷ്യന്മാർ. നിലനിൽക്കായിരുന്നു നമ്മളെ കാണും. ആ വിചാരം പലർക്കും ഇല്ല. സാഹിത്യം അല്ല, പിന്നെ സാഹിത്യമല്ല, ജീവിതാനുഭവം. എങ്ങനെയുണ്ട് കണ്ണേട്ടാ? എന്ത് തേങ്ങാവെന്നും ചായ? ഇത് ശർക്കര തേങ്ങ നല്ല രസം. എന്റെ കുട്ടിക്ക് കൊടുത്തോ? ഓനാന്നും തോന്നൂല. മറ്റേ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഇവാനുവിന്റെ തുള്ളിക്കളി. ഇവിടെ നോക്കടേ, താഴത്ത് കുക്കൂലേ? ചേച്ചി ചായ കുടിച്ച് ചടിച്ചിരിക്ക. ഹലോ, ഞങ്ങളൊന്ന് മണ്ണാർക്കാട് പോണം. പിന്നെ ഒരു സൈറ്റ് ഇറക്കാൻ പോവാണ്ട്, കച്ചമ്പാറ. പിന്നെ ഒരു സിസ്റ്റം സെറ്റ് ചെയ്യാണ്ട്, കച്ചമ്പാറ. അങ്ങനെ കുറച്ച് പരിപാടികൾ എന്നും ചെയ്യണതാണ്. കൂടെ കുറച്ച് വേറെ കുറച്ച് അല്ലറ ചില്ലറ എക്സ്ട്രാ പരിപാടികളുണ്ട്. അപ്പോൾ നോക്കാം. മഴ ഉണ്ടോ നാട്ടില്? നല്ല മഴയാണ്. അവിടെ ഇന്നലെ ഒരു ഒഴിവുണ്ടായിരുന്നു, ഇന്ന് വീണ്ടും മഴ തുടങ്ങി. നാളെ റെഡ് അലേർട്ട് ആവാൻ സാധ്യതയുണ്ട്. അതെ, നിങ്ങൾക്കിപ്പോൾ റെഡ് ഒന്നും ഒരു പുത്തിരിയല്ല. പുതിയ റോഡ് അതിന്റെ സൈഡിൽ കൊടുത്തിട്ട് പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് എങ്ങനെ പോകും? നടുവ് തന്നെ കൊടുത്ത് പാർക്ക് ചെയ്യുകയും ചെയ്തു. പാർക്കിങ്ങിനുള്ള സ്പേസ് ഇല്ലെങ്കിൽ അങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാര് പൊതുവെ കുറ്റം പറയല്ല. കാണുന്നില്ല, എന്നെ കാണുന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു വയസ്സായി, കുറച്ച് വയസ്സായി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇവാനെന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. ആലോചന എന്നറിയില്ല, രാവിലെ തൊട്ട് ആലോചനയിലാണ്. ഈ ഭാവി പരിപാടികളെ കുറിച്ച് ചിന്തിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ സ്വത്തെ? അതിലെന്താ പണി കിടക്കുന്നത്? കാണാം. ഒരുത്തെ അളക്കാൻ പോണ കോലാണ് മിച്ചർ പിടിച്ചോണ്ട്. മിച്ചർ കാണിക്കടാ കേട്ടോ. മിച്ചർ അളക്കാൻ പോവാണ്. അപ്പുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൂടി അതല്ലേ. നാല് അവിവാഹിതരാണ് പുറകിലിരിക്കുന്നത്. ചെറിയ കുട്ടിയുടെ
അത് ഫുള്ള് ChatGPT ആണ്. ആടാ 15 വയസ്സ്. അല്ലല്ല, അത് എങ്ങനെ അറിയോ? എന്ത് ബൗ ബൗ ബൗ